ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ മുഖ്യ വിഷയം എന്ന് പറയാൻ വാട്സാപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തെല്ലാമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇതുവരെ ബീറ്റാ വേർഷനിലുള്ള യൂസേഴ്സിന് മാത്രമാണ് ഈ അപ്ഡേറ്റ്സൊക്കെ വെച്ചത്. അതായത് ബീറ്റാ വേർഷനിലുള്ള യൂസേഴ്സിന് ഫസ്റ്റ് തന്നെ അപ്ഡേറ്റ്സ് എല്ലാം അവൈലബിൾ ആവും. കാരണം അത് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ആൽഫ ടെസ്റ്റിംഗ് ഉണ്ട്, കഴിഞ്ഞ് ബീറ്റ ടെസ്റ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട് ബിഫോർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ബീറ്റ ടൈപ്പാണ് ബീറ്റ വേർഷനാണ് നമ്മുടെ വാട്സാപ്പ് എങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നോർമൽ യൂസേഴ്സിനും ഈ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, അറിയില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നില്ല, ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ വാട്സാപ്പ് കൈകാര്യം ചെയ്യാനുള്ള ഈ രണ്ട് അപ്ഡേറ്റ്സാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും വാട്സാപ്പിൽ നമ്മൾ ചെയ്യുന്നത് സെർച്ചിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സെർച്ചിങ് ചെയ്യാറുണ്ട്, കോൺടാക്ട്സ് ആയാലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫോട്ടോസുണ്ട്, വീഡിയോസുണ്ട്, ലിങ്ക്സ് ഉണ്ട്, ജിപ്സ് ഉണ്ട്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്. ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് വന്ന പുതിയ അപ്ഡേറ്റ് ആണ്. അല്ലെങ്കിൽ വെറും സെർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പേരോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പോ അല്ലെങ്കിൽ വ്യക്തിയോ കാണിക്കാം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് വാട്സാപ്പിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വീഡിയോസ് ഏതെല്ലാമാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലിങ്ക്സ് ഏതെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ സെർച്ചിങ് അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് കോൺടാക്ട്സ്, ഇപ്പോൾ നമ്മൾ ത്രൂ വാട്സാപ്പ് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്, ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, ഒരുപാട് ലിങ്ക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ്, അവരുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാനും അത് സേവ് ചെയ്യാനും പെട്ടെന്ന് തന്നെ അത് റീയൂസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനോ എന്താ നമ്മുടെ താല്പര്യം വെച്ചെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, അപ്പോൾ ഏതാണോ നമ്മൾക്ക് ആവശ്യമായത് അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സെർച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്പർ 1. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ബിസിനസ് അക്കൗണ്ടാണ്, ഗ്യാൻ ദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗ്യാൻ ദീപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഏതാണോ നമ്മുടെ ഈ ഒരു കോഡ് പ്രൈവറ്റാണ്, ഇത് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ആർക്കാണ് വേണ്ടതെങ്കിൽ നമുക്കത് ഷെയർ കോഡ് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വാട്സാപ്പ് കോൺടാക്റ്റായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അവർക്ക് വേറൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വാട്സാപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ QR കോഡ് വെച്ചിട്ട് അവർക്ക് ആക്സസ് ചെയ്യാം വിത്തൗട്ട് ഫോൺ നമ്പർ ഇറ്റ്സെൽഫ്. അവർക്ക് ഇത് കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ടിലോട്ട് കയറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ലഭ്യമാവും. ഇനി അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്കാൻ ആയി കഴിഞ്ഞാൽ വാട്സാപ്പ് QR കോഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് സേവ് ചെയ്യാനായിട്ട് ഈ രണ്ട് സെറ്റിങ്സാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. പിന്നെ ഇതിനോട് കൂടി തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പം ഞാൻ വേറൊരു അക്കൗണ്ടാണ്, അപ്പോൾ ഇതിലധികം ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് അക്കൗണ്ടിൻ്റെ കാര്യം ഇതല്ല. നമുക്ക് ഡേ ബൈ ഡേ ഓരോ ഇൻഫർമേഷനായിട്ട് വരുന്നുണ്ട്, ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പം ഇത് വലിയൊരു പ്രശ്നമായിട്ട്, ഇത് അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടല്ല, ഞാൻ പറയുന്നൊരു സജഷനാണ്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ ഏതാണോ നമ്മളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ വ്യക്തിയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് കാണാൻ പറ്റും. ആ മീഡിയ വിസിബിലിറ്റി, സോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺ ഗാലറി, അത് ഫോൺ ഗാലറിയിലോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോയിട്ട് സേവായിട്ട് നമ്മളുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഉള്ള പ്രോബ്ലം വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മീഡിയ വിസിബിലിറ്റി. അത് നമുക്ക് നോ ആണെങ്കിൽ നോ കൊടുക്കാം. ബൈ ഡീഫോൾട്ട് എസ് തന്നെയാണ് കിടക്കുക. അപ്പോൾ അതിന് നോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നിറഞ്ഞിട്ട് നമുക്ക് സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ടാവില്ല. ഇതാണ് ഒരു
സജഷൻ. പിന്നെ നമുക്ക് വാട്സാപ്പ് വെബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത് തന്നെ നമ്മുടെ ഈ വാട്സാപ്പ് വെബ് എന്നുള്ള സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മുടെ വാട്സാപ്പിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, വാട്സാപ്പ് എന്നുള്ള ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ പോയിട്ട് അതിലെ QR കോഡ് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്സാപ്പിലുള്ള എന്തെല്ലാം സെറ്റിങ്സ് കോൺടാക്ട്സ് ഫുൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്നാലും അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇത് വെച്ചത് ഇത് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണം ലേറ്റസ്റ്റ് വേർഷനാണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക. സോ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ.